ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഹെവി ഹെയർ ഫോൾ ജേർണിയെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഏതാനും കുറേ മാസങ്ങളായിട്ട് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ആ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടി ഞാൻ ഒത്തിരി അടുത്തുള്ള ഹോം റെമഡീസും ആയുർവേദ എണ്ണകളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എണ്ണകളും ഒക്കെ യൂസ് ചെയ്തു. പക്ഷേ അതൊന്നും എനിക്ക് ഉപയോഗമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഒന്ന് ഉപയോഗിച്ചിട്ട് വലിയ മാറ്റം, മുടി കൊഴിച്ചിൽ മാറ്റം ഉണ്ടായിട്ടില്ല. മുടി എല്ലാ ദിവസവും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അത് സാധാരണ നോർമലായിട്ട് ചെയ്യുന്ന പോലെയല്ല, ഹെവി ആയിട്ടുള്ള മുടി കൊഴിച്ചിൽ. നമ്മൾ മുടിയൊക്കെ ചീകുമ്പോഴത്തേന് ചീപ്പം നിറയെ മുടിയായിരിക്കും. അതുപോലെ കുളിച്ച് കഴിയുമ്പോഴും തോർത്തുമ്പോഴും ഒക്കെ നല്ല രീതിയിലുള്ള മുടി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വിചാരിച്ച് നിന്നപ്പോഴത്തേനും ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം, ഡോക്ടറെ കണ്ടിട്ട് മുടി കൊഴിച്ചിൽ എന്തെങ്കിലും മരുന്ന് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാമെന്ന് നോക്കി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. ബ്ലഡ് ടെസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് 2 മരുന്ന് തന്നു. അതിലൊന്നൊരു ബയോട്ടിൻ ടാബ്ലറ്റ് ആയിരുന്നു, എല്ലാ ദിവസവും ഒരെണ്ണം വീതം കഴിക്കാൻ. ഒന്നൊരു സെറം ആയിരുന്നത്, ഡെയിലി 2 നേരം ഉപയോഗിക്കാൻ വേണ്ടി. അത് 2 ഉപയോഗിച്ച് 1 മാസത്തോളം ഞാൻ ഉപയോഗിച്ചു. പക്ഷേ എനിക്കത് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ തന്നെ സ്വയം ഓരോരോ റെമഡീസൊക്കെ ഉണ്ടാക്കി തലയിൽ ഇങ്ങനെ യൂസ് ചെയ്ത്, അങ്ങനെ യൂസ് ചെയ്ത് വന്നപ്പോൾ അതിലൊരു റെമഡി എനിക്ക് നന്നായിട്ട് വർക്കായി. അതായത് ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കുറഞ്ഞു. പിന്നെ ഞാൻ 1 മാസം നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ കടുത്ത മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. അതുപോലെ തന്നെ പുതിയ മുടിയൊക്കെ കിളിർക്കാൻ തുടങ്ങി, മുടിയുടെ തിക്നെസ് കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ താരന് ചെറിയ രീതിയിലുണ്ടായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് മാറി. അപ്പോൾ എന്നെപ്പോലെ മുടി കൊഴിച്ചിലുള്ള ഒത്തിരിയും ധാരാളം പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഒത്തിരിയും കാര്യങ്ങളും മരുന്ന് കഴിച്ചിട്ടും അതുപോലെ തന്നെ ഹോം റെമഡീസ് ചെയ്തിട്ടും എണ്ണകൾ മാറി മാറി യൂസ് ചെയ്തിട്ടും ഒന്നും മുടി കൊഴിച്ചിൽ മാതർക്ക് ഞാൻ ചെയ്ത ഈ റെമഡി കൊണ്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാൻ സഹായിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യാനും, എന്നെപ്പോലെ മുടി കൊഴിച്ചിലുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ റെമഡി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു നല്ലൊരു ബൗൾ എടുത്ത് വെക്കുക, അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ചൂടുള്ളൊരു കഞ്ഞിവെള്ളം വേണം. ഇത് 1 ഗ്ലാസ്സാണ്. ഇതെൻ്റെ മുടിക്ക് ഇത്രയും, അതുകൊണ്ടാണ് ഇത്രയും എടുക്കുന്നത്. ഒരു അത്യാവശ്യം വലിയ ഗ്ലാസ് കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ചൂട് വേണം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ഫുൾ തൊലി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു രാത്രി മുഴുവൻ നമുക്ക് മാറ്റി വെക്കണം, അടച്ച് മാറ്റി വെക്കണം. പിറ്റേ ദിവസമാണ് നമ്മളിത് ഇപ്പോൾ എല്ലാവരും ഇതെങ്ങനെ തയ്യാറാക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാക്കാം എന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ നല്ല രീതിയിൽ തലമുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് തന്നെ മസാജ് ചെയ്തേക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കഞ്ഞിവെള്ളം നമ്മുടെ തലയിൽ നല്ല രീതിയിൽ തലയൂട്ടിയിലും തലമുടിയിലും ഒക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂറിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറഞ്ഞത് അരമണിക്കൂറേലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിക്കളയും. ഇതിന് അങ്ങനെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല, ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. ഇനി ഓറഞ്ചിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ബേബി ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. ആഴ്ച 3 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാം. നിങ്ങളുടെ എത്ര കടുത്ത മുടി കൊഴിച്ചിലാണെങ്കിലും ഇത് യൂസ് ആക്കുമ്പോൾ തന്നെ മാറിക്കിട്ടും. കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടും. അതുപോലെ മുടിയുടെ മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ വരണ്ട മുടിയെ, അതുപോലെ തന്നെ മുടി വളരാനും മുടിക്ക് നല്ല നീളം വയ്ക്കാനൊക്കെ നല്ല ബെസ്റ്റായിട്ട്, പ്രത്യേകിച്ച് ഡാൻഡ്രഫ്, ചെറിയ രീതിയിലുള്ള ഡാൻഡ്രഫ് നല്ല രീതിയിൽ മാറിക്കിട്ടും. നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.